നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് യു എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ കോംപ്ലിമെൻ്റ്. യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. എ ഈക്വൽ ടു സെറ്റ് 1 2 3. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ യു വിച്ച് ആർ നോട്ട് ഇൻ എ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് 1 നോക്കുമ്പോൾ 2-ലുണ്ട്, 2 2-ലുണ്ട്, 3 2-ലുണ്ട്, 4ഉം 5ഉം യുവിൽ മാത്രം. എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു യു മൈനസ് എ ആണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഏത് സെറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് കാണണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റ് കിട്ടണം അല്ലേ? യൂണിവേഴ്സൽ സെറ്റും ആ സെറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു യു മൈനസ് എ എന്നുള്ള ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട്, ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ യു മൈനസ് ബി, ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ഒരു കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രം കാണിക്കാം. വെൻ ഡയഗ്രം ഓഫ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സെറ്റ് വരയ്ക്കുക, യു എന്ന് പേര് കൊടുക്കുക, എ കോംപ്ലിമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് എയിൽ ഇല്ലാത്തതും യുവിലുള്ളതും. അപ്പോൾ യുവിൽ അധികമായിട്ട് വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുക. നമ്മൾ എ എന്ന സർക്കിള് ഷെയ്ഡ് ചെയ്യരുത്, കാരണം എ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യുവിലുണ്ടായിരിക്കും, പക്ഷേ അത് എയുടെ അകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ യു എന്ന റെക്റ്റാങ്കിളിനകത്ത് എ സർക്കിൾ ഒഴിച്ചുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇതാണ് എ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രമായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ഏത് ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ വെൻ ഡയഗ്രം നമുക്ക് ഇതേപോലെ വരയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നോട്ടായിട്ട് എഴുതാനായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അതിലാദ്യത്തേത് കുറച്ച് നമ്മൾ എ കോംപ്ലിമെൻ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിൽ ആദ്യത്തെ ഒരു നോട്ടായിട്ട് പഠിക്കാനുള്ളത് ഫൈ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണത്? ഫൈ നൾ സെറ്റ് അല്ലേ? അപ്പോൾ ഫൈ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ യു മൈനസ് നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? യു മൈനസ് നൾ സെറ്റ് യു തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ ഫൈ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു യു. ഇനി രണ്ടാമത്തെ റിസൾട്ട് യു കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് യു എന്തായിരിക്കും? ഇവിടെ നമ്മൾ സെറ്റിൻ്റെ കേസിൽ നൾ സെറ്റ് എന്ന് എഴുതാം. സാധാരണ നമ്മൾ യു മൈനസ് യു കണ്ടാൽ അപ്പോൾ 0 എഴുതും. പക്ഷേ സെറ്റിൻ്റെ കേസിൽ യു മൈനസ് യു എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് സെയിം സെറ്റുകളുടെ ഡിഫറൻസ് ആകുമ്പോൾ നൾ സെറ്റാണ്. ഇനി അടുത്ത് നമുക്ക് വേറൊരു ലോ പഠിക്കാനുള്ളത് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. ഇതിനെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും. ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ, 2 പ്രാവശ്യം കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ സെറ്റ് തന്നെ കിട്ടും. അത് ഉദാഹരണമായിട്ട് നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ വേണമെങ്കിൽ കാണിക്കാം. യു ഈക്വൽ ടു 1 2 3 4 5. സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എത്രയായിരിക്കും? സെറ്റ് 4 5 ആയിരിക്കും അല്ലേ? യു മൈനസ് എ ആണല്ലോ. ഇനി എ കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യുവും എ കോംപ്ലിമെൻറ്റും കൂടെ നോക്കാം. എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് മാറ്റിയിട്ട് യുവിൽ അധികമായിട്ടുള്ളത് എഴുതാം. അപ്പോൾ 4ഉം 5ഉം രണ്ടിലും ഉണ്ട്.
ബാക്കി എത്ര വരുന്നത് 1 2 3. ഇപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്താണ് എ ആണ്. എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. അതിനെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും. നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു യു ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ അത് കണ്ടുപിടിക്കാവുന്നതാണ്. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എടുത്ത് നോക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ ഒന്ന് എഴുതി നോക്കും. എത്രയാണ് വരുന്നത്? സെറ്റ് 1 2 3 4 5 വരും. അത് യു അല്ലേ വരുന്നത്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ എലമെൻറ്റ് ഉണ്ടാവുമോ? എങ്ങനെയായാലും കോംപ്ലിമെൻറ്റ് അങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അതിൽ പരസ്പരം ഒരു എലമെൻറ്റ് പോലും കോമൺ ആയിട്ട് ഉണ്ടാകുകയില്ല. പിന്നെ അടുത്തത് പഠിക്കാനുള്ളത് എ മൈനസ് ബി ഈക്വൽ ടു, ഇപ്പം നമ്മൾ എത്ര വരെ നമ്പർ ഇട്ട് 5. ആറാമത്തെ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഏഴാമത്തെ ബി മൈനസ് എ ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ മൈനസ് ബി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ബി മൈനസ് എ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് നോട്ടായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു ലോ പഠിക്കാനുണ്ട്, ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ചെയ്ത ലോ ആയതുകൊണ്ടാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡി മോർഗൻസ് ലോയിൽ പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഡി മോർഗൻസ് ലോയിൽ പറയുന്നത്. ഈ ഡി മോർഗൻസ് ലോയിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഈ 2 റിസൾട്ട്സും വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാവുന്നതാണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഡി മോർഗൻസ് ലോ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാനൊരു റിസൾട്ട് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഒരെണ്ണം നോട്ടിലുണ്ട്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് നോട്ടിലുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അതും വരച്ചിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ ഡയഗ്രം വരച്ചിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് രണ്ടാമത്തെ ലോ ഇപ്പോൾ ഇവിടെ ചെയ്യാം കേട്ടോ. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ 2 കേസായിട്ട് വരയ്ക്കേണ്ടി വരും. യു എ പി ഇൻ്റർസെക്ഷനുള്ളൊരു കേസ്. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഇൻ്റർസെക്ഷൻ ഭാഗം മാത്രം മാറ്റിയാൽ മതി. അതിൽ മാത്രം ഷെയ്ഡ് ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായല്ലോ പറഞ്ഞത് അല്ലേ? ഇൻ്റർസെക്ഷനുള്ള ഭാഗത്ത് മാത്രം ഷെയ്ഡ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. നമ്മൾ ഈ രണ്ടാമത്തെയാണ് കേട്ടോ പ്രൂവ് ചെയ്യുന്നത്. 2 ഒന്നിൻ്റെ പ്രൂഫ് നോട്ടിലുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മളിങ്ങനെ വരച്ചു, ഇൻ്റർസെക്ഷൻ ഭാഗം മാത്രം ഒഴിവാക്കി വരച്ചു. ഇനി അത് തന്നെ ഇൻ്റർസെക്ഷൻ ഇല്ലാത്തൊരു ഡയഗ്രാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാ കേസിലും നമ്മളിത് രണ്ടും ചെയ്യണം. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ ഇല്ലാത്ത ഡയഗ്രാം നോക്കാം. എയും ബിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ല. അപ്പോൾ എന്തായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കും. എയും ബിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യണം? ഇത് മൊത്തം ഷെയ്ഡ് ചെയ്യണം. ഇത് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യും. ഇതിനെ പറയുന്ന പേരെന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. രണ്ടും എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ 2 ഡയഗ്രാംസാണ് നമ്മൾ വരച്ചത്. ഇനി റൈറ്റ് സൈഡ് നോക്കൂ. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതെങ്ങനെ വരയ്ക്കാൻ പറ്റും? യു ഇൻ്റർസെക്ഷനുള്ള കേസ് നോക്കാം അല്ലേ? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവൻ അല്ലേ? എ ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവനാണ് എ കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാലോ ബി ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവൻ. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ്.
അല്ലേ? എ കോംപ്ലിമെൻറ്റോ ബി കോംപ്ലിമെൻറ്റോ അല്ല നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ എന്തോരം വരുമെന്ന് നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഷെയ്ഡ് ചെയ്യുമ്പോൾ എ ഒഴിച്ച് ബാക്കി ഭാഗം മൊത്തം ഷെയ്ഡ് ചെയ്യണം. എ സർക്കിൾ ചെയ്യാൻ പാടില്ല. ബി കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ബി സർക്കിൾ ഒഴിച്ച് ബാക്കി ഭാഗം മൊത്തം ഷെയ്ഡ് ചെയ്യണം. ഈ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ളതും എടുക്കാം. പക്ഷേ രണ്ടിലും ഇല്ലാതെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, രണ്ടിലും കോമൺ ആയിട്ട്. എ ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവൻ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ബി ഒഴിച്ച് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഈ കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കോമൺ റീജിയൻ ഒഴിച്ച് ബാക്കി ഭാഗം മൊത്തം എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റിൽ വരും. കോമൺ റീജിയൻ ഒഴിച്ച് ബാക്കി ഭാഗം മുഴുവൻ. ഓർന്ന് പറയുമ്പോൾ രണ്ടും ചേർത്തെടുക്കണമല്ലോ. എ കോംപ്ലിമെൻറ്റും എടുക്കണം ബി കോംപ്ലിമെൻറ്റും എടുക്കണം. അത് രണ്ടും കൂടെ ചേർത്തെടുക്കുമ്പോൾ ഈ കോമൺ റീജിയൻ വരില്ല. കാരണം കോമൺ റീജിയൻ രണ്ടിലും ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി ഇൻ്റർസെക്ഷൻ ഇല്ലാത്ത കേസ് നോക്കാം. യു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഇവിടെ എ ബി എന്നുള്ള രണ്ട് ഡയഗ്രാം ഇൻ്റർസെക്ഷൻ ഇല്ലാതെ വരച്ചു. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ ഇല്ലാത്ത ഭാഗം ആണ് ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഒഴിച്ച് മൊത്തം സർക്കിൾ ഷെയ്ഡ് ചെയ്യുക, മൊത്തം റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്യുക. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബി ഒഴിച്ച് മൊത്തം റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഷെയ്ഡുകൾ മൊത്തത്തിലെടുക്കുമ്പോൾ എന്ത് വരും? എ ഒഴിച്ച് മൊത്തം ആദ്യത്തേൽ വന്നിട്ടുണ്ട്, ബി ഒഴിച്ച് മൊത്തം രണ്ടാമത്തേലും വന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഓരോന്നിലും വന്നിട്ടുണ്ട് അല്ലേ? എ ഒഴിച്ച് മൊത്തം എന്ന് പറയുന്നതിൽ ബി വന്നു, ബി ഒഴിച്ച് മൊത്തം എന്ന് പറയുന്നതിൽ എ വന്നു. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ എല്ലാം കൂടെ ചേർത്തല്ലേ എടുക്കാം. അപ്പോൾ എങ്ങനെ ഷെയ്ഡ് ചെയ്യേണ്ടി വരും? മൊത്തം ഷെയ്ഡ് ചെയ്യേണ്ടി വരും. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഡി മോർഗൻസ് ലോ വെൻ ഡയഗ്രം ഉപയോഗിച്ചുള്ളൊരു പ്രൂഫാണ് ഡി മോർഗൻസ് ലോയുടെ ഇവിടെ തന്നത്. ഇനി ചില പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചു തരാം. പ്രോബ്ലമായിട്ട് നമുക്കിങ്ങനെ കോംപ്ലിമെൻറ്റ് കാണാനും അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ അത്തരം പ്രോബ്ലംസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. യു ഈക്വൽ ടു ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. യു ഈക്വൽ ടു 1 2 3 ഇതൊക്കെ തന്നേക്കണതാണ് കേട്ടോ. എന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഒഴിച്ച് ബാക്കി ഭാഗം. അപ്പോൾ ഏതൊക്കെ വരും? 5 6 7 8 9. പിന്നൊരു ക്വസ്റ്റ്യൻ റൈറ്റ് ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നോക്കണം. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 7 9 അല്ലേ? 2 4 6 8 ബിയിൽ വന്നുവല്ലോ. ഇനി അടുത്ത